വർക്കലയിൽ കുട്ടികളുടെ തർക്കത്തിൽ ഇടപെട്ട് അമ്മമാർ തമ്മിൽ പിന്നെ ഏറ്റുമുട്ടി. യുവതിക്ക് ക്രൂരമായി മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. പരിക്കേറ്റ സ്ത്രീയെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വർക്കലയിലാണ് കുട്ടികൾ തമ്മിലുള്ള വാക്കുതർക്കം പറഞ്ഞു തീർക്കാനെത്തിയ അമ്മമാർ തമ്മിൽ സംഘർഷമുണ്ടായത്. സുഹൃത്തുക്കളായ കുട്ടികൾ തമ്മിലാണ് ആദ്യം വാക്കുതർക്കമുണ്ടായത്. പിന്നാലെ അവിടെ എത്തിയ രക്ഷിതാക്കൾ തമ്മിൽ ആദ്യം വാക്കേറ്റത്തിലേർപ്പെടുകയും പിന്നാലെ കയ്യാങ്കളിയിലേക്ക് പോവുകയുമായിരുന്നു. സംഭവത്തിൽ വർക്കല ഓടയം സ്വദേശി ഷൈഫക്ക് പരിക്കേറ്റു. വാക്കേറ്റത്തിലേർപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ഷൈഫയെ മുടിയിൽ പിടിച്ച് കിണറിന്റെ ഭിത്തിയിലിടിക്കുകയും തറയിൽ തള്ളിയിട്ട് വയറ്റിൽ ചവിട്ടുകയും ചെയ്തെന്ന് കുടുംബം ആരോപിക്കുന്നു. കൂടാതെ യുവതിയുടെ 10 വയസ്സുള്ള മകനെ ചുടുകട്ട കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയതായും പറയുന്നു. തീ പിടിച്ചിട്ട് വയറ്റിൽ ചവിട്ടിയിട്ട് പിന്നീട് അവിടെ തറയിട്ടിട്ട് ഉടുപ്പ് വലിച്ചു കീറിട്ട് കിണറ്റിന്റെ ആ സൈഡിലൊരു കല്ലിങ്ങനെ തലകൊണ്ട് ഇടിച്ചു കൊടുത്തിട്ട് വീണ്ടും ചവിട്ടി പിടിച്ചു മാറ്റാൻ ചെയ്യുന്നവരെല്ലാരെയും അടിക്കാൻ നോക്കി അടിച്ച് അവരൊക്കെ ഇനി പോലീസ് വരുമ്പോൾ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അവർ കൊടുത്തെന്നാണ് പറയുന്നത്. പിന്നീട് അവര് ഉമ്മിയ ഒരുപാട് ചോദിച്ചു. അവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് അടിച്ചത്. ഒരാൾ പിടിക്കാമെങ്കിൽ ഒരാൾ അടിക്കാനായിരുന്നു. മുടിക്കെട്ടി പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഈ കഴുത്തിന്റെ ഇവിടെ വെച്ച് ഇങ്ങനെ കയറി പിടിച്ച് കൊങ്ങായി കയറി പിടിച്ച്. സംഭവ സമയത്ത് യുവതിയും കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മാതാവിനെ ആക്രമിക്കുന്നത് കണ്ട മകൻ ബഹളം വെച്ചതിനെ തുടർന്ന് അയൽവാസികൾ ഓടിയെത്തി പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി അയൽവാസികളെയും ആക്രമിച്ചതായാണ് വിവരം. അന്നനാളം ചുരുങ്ങി അസുഖത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നയാളാണ് ഷൈഫ. പരിക്കേറ്റ യുവതിയെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും അയിരൂർ പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.